Hi Kerats and welcome back to my channel. കേരറ്റ്സ് 2026 ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് ഫെബ്രുവരി 2nd വീക്കിലായിരുന്നു. ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് ഡേറ്റ് 1 ഏപ്രിലായിരുന്നു. കുട്ടികളെ ഇന്നലെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ, 2025 നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നത്, 2025 ഇതേ രീതിയിൽ ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നോ, എങ്കിൽ എക്സാം ഡേറ്റ് നീട്ടിയിരുന്നോ, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളും 2026 ആർമി റാലിയുടെ ഏതെങ്കിലും ട്രേഡിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം കുട്ടികളെ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, 2026 ഇന്ത്യൻ ആർമി റാലിയുടെ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. +2ൻ്റെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ വെക്കേഷൻ ടൈം ഉണ്ട്. ഈ ഒരു വെക്കേഷൻ ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ട്രേഡിൻ്റെയും സെപ്പറേറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, 2025 അപ്ഡേറ്റ് നമുക്ക് ആദ്യം നോക്കാം. 2025 നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നത്, ഫോം ഫില്ലിംഗ് ഡേറ്റ് നീട്ടിയതിന് ശേഷം എത്ര ദിവസത്തിന് ശേഷമാണ് എക്സാം സ്റ്റാർട്ട് ആയത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നോക്കും, 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് 11th മാർച്ചിനാണ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയത് 12th മാർച്ചിനാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഫോം ഫില്ലിംഗ് ലാസ്റ്റ് ഡേറ്റ് 10th ഏപ്രിലായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഇന്ത്യൻ ആർമി ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഡേറ്റ് 25th ഏപ്രിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അതായത് ഇവിടെ 15 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചിരുന്നു. അതിനുശേഷം എക്സാം സ്റ്റാർട്ടായത് 30 ജൂണിനാണ്. അറൗണ്ട്ലി നോട്ടിഫിക്കേഷൻ വന്ന മുതൽ എക്സാം ഡേറ്റ് വരെ 106 ദിവസം എടുത്തിട്ടുണ്ട്. അതായത് 106 ദിവസത്തിനുള്ളിലാണ് എക്സാം സ്റ്റാർട്ടായിരിക്കുന്നത്, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായ അന്ന് മുതൽ. ഇനി നമുക്ക് 2026 അപ്ഡേറ്റ് നോക്കാം. 2026 നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഫോം ഫില്ലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിരിക്കുന്നത് 13th ഫെബ്രുവരി മുതലാണ്. എക്സാം ഡേറ്റും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ ഇന്ത്യൻ ആർമി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2026 കാര്യം പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അവിടെ 13th ഫെബ്രുവരി, രജിസ്ട്രേഷൻ സ്റ്റാർട്ടായ 13th ഫെബ്രുവരി മുതലാണ്. ഫോം ഫില്ലിംഗ് ലാസ്റ്റ് ഡേറ്റ് 1st ഏപ്രിലായിരുന്നു. ഇന്നലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നു. ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് 10th ഏപ്രിലായിരിക്കുകയാണ്. ഇനി എക്സാം എപ്പോൾ സ്റ്റാർട്ടാകും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, എക്സാം സ്റ്റാർട്ടഡ് 1st ജൂണാണ്. ഇതെവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1st ജൂൺ to 15th ജൂണിനിടയിൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകുന്നു. അതായത് ടെൻറ്റേറ്റീവ് അപ്ഡേറ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 106 ദിവസത്തിനുള്ളിലാണ് നോട്ടിഫിക്കേഷൻ വന്നതും എക്സാം എല്ലാം നടന്നു തന്നെ. അപ്പോൾ 2024 അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന അപ്ഡേറ്റും അതേപോലെ തന്നെ എക്സാം ഡേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട്ലി 110 ഡേയ്സ് എടുക്കുന്നുണ്ട്. 110 ദിവസം എടുക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് ഐഡിയ പറയാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ എക്സാം ഡേറ്റും ഈ ഒരു 1st ജൂണിൽ തന്നെയായിരിക്കും. ഈ ദിവസം തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമും നടക്കാൻ പോകുന്നത്. കേട്ടോ കുട്ടികളെ, ഇതാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത് ഇന്നലെ. അപ്പോൾ ഇതനുസരിച്ച് ഇനിയും ഏതെങ്കിലും കുട്ടികൾ ഫോം ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഒരു ട്രേഡിലേക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ കുട്ടികൾ ഉടനെ തന്നെ ആക്റ്റീവ് ആവുക, ഫോം ഫില്ല് ചെയ്യുക. ഇനിയും ടൈം നിങ്ങൾക്ക് ലഭിച്ചു എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് വരെ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. സൈറ്റ് നല്ല ജാമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവത്തില്ല സൈറ്റ്. നമ്മൾ പ്രോപ്പർ സിലബസ് നോക്കുമ്പോൾ അവിടെ കാണത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ കാണാറില്ല. അതിൻ്റെ റീസൺ സൈറ്റ് ഹാക്ക് ആവുന്നതാണ്. മനസ്സിലായി? അപ്പോൾ നേരത്തെ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കുക. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ഞാൻ 2025 26 കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ എല്ലാ അപ്ഡേറ്റും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളിലും ആദ്യം എത്തിക്കുന്നത് ആന ഡിഫൻസ് അക്കാഡമി തന്നെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കൂടി നോക്കാം. നോക്കൂ കുട്ടികളെ, നിങ്ങളും റാലിക്ക് തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. അഗ്നിവീർ എന്ന കാറ്റഗറിയിലേക്ക് 1, 2, 3, 4, 5 ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ തവണ വേക്കൻസിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 1,00,000
പ്ലസ് വേക്കൻസിയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികളും തയ്യാറെടുക്കണം, വേക്കൻസി നല്ലപോലെ ഉണ്ട്. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പെർമനൻറ്റ് റാലിയാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. GD, ട്രേഡ്സ്മാൻ, WMB, OA, ടെക് എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനിടയിൽ നിങ്ങൾ ജനിച്ചൊരു കേഡറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡിന് അപ്ലൈ ചെയ്ത കേഡറ്റ് ആണെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ നിങ്ങൾ GDക്ക് മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ എങ്കിൽ ട്രേഡ്സ്മാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഉടനെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ കുട്ടികളെ. WMB എന്നൊരു ട്രേഡിലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. WMB എന്ന് പറഞ്ഞാൽ വുമൺ മിലിറ്ററി പോലീസ് ആണ്. നെക്സ്റ്റ് ആണ് നേഴ്സിംഗ് അസിസ്റ്റന്റ്. നിങ്ങൾ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് 1 ജൂലൈ 2004 1 ജൂലൈ 2009 ഇടയിൽ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, 8ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 2 ട്രേഡിലേക്കും മാക്സിമം 3 ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. ഫസ്റ്റ് ആണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം ഫില്ലിംഗ് ആണ്. ഇത് ആൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക കുട്ടികളും ചെയ്ത് കാണും. ബാലൻസ് ഉള്ള കുട്ടികൾ ഉടനെ ചെയ്യുക. കോമൺ എൻട്രൻസ് എക്സാം നിങ്ങൾ ആദ്യം എക്സാം അറ്റൻഡ് ചെയ്യുന്നു ഓൺലൈൻ ത്രൂ. അതിനുശേഷം റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ ഫിസിക്കലാണ്. അതിനുശേഷം മെഡിക്കലിന് ശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. പിന്നെ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഡിസ്പാച്ച് ആവുന്നതായിരിക്കും. 2026 +2 ഒക്കെ ഇപ്പം പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്താൽ വിത്തിൻ 6 മന്ത്സ് അല്ലെങ്കിൽ 8 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഇങ്ങനെ എല്ലാ വർഷവും ചാൻസ് ലഭിക്കാറില്ല. വേക്കൻസി വളരെ കൂടുതലാണ്. ഒന്ന് നല്ലപോലെ പഠിച്ചിട്ട് ഫിസിക്കലും കൂടി ചെയ്താൽ ഡണ്ണായി നിങ്ങൾക്ക് ജോലി കിട്ടി. നിങ്ങളുടെ ലെവൽ അങ്ങ് മാറും കേട്ടോ കുട്ടികളെ. അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സെലക്ഷൻ പ്രോസസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കലിന് വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഉണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റിട്ടേൺ ക്ലാസ്സുകൾ, ടോപ്പ് റിട്ടേൺ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പ്രോപ്പർ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് PFT നോക്കാം കുട്ടികളെ. എക്സാം പാസ്സായാൽ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ഷോർട്ട് ലിസ്റ്റിലുള്ള കുട്ടികളുടെ ഫിസിക്കൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഫിസിക്കൽ നേരത്തെ തന്നെ തുടങ്ങുന്നതായിരിക്കും. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആന ഡിഫൻസ് അക്കാഡമിയിൽ ക്ലാസ്സിനോടൊപ്പം ഫിസിക്കൽ കൂടി നമ്മൾ കൊണ്ടുപോകുന്നത്. വീക്കായിട്ടുള്ള കുട്ടികളെ നേരത്തെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നല്ല ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കൂ കുട്ടികളെ. PFT ഇവൻ്റ് ഏതൊക്കെയാണെന്നും ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ നിങ്ങൾ ഓടിയെത്തിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് 1 ഓടിയെത്തിയാൽ നിങ്ങൾക്ക് 60 മാർക്ക്, ഗ്രൂപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ 48, ഗ്രൂപ്പ് 3 ആണെന്നുണ്ടെങ്കിൽ 36, ഗ്രൂപ്പ് 4 ആണെന്നുണ്ടെങ്കിൽ 24 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുള്ളപ്പിൻ്റെ കാര്യത്തിലും അതേ രീതിയിൽ തന്നെയാണ്. ഈ ഒരു മാർക്ക് സിസ്റ്റം ഓൺലി ഡിപ്പെൻഡ് ചെയ്യുന്നത് GD, ട്രേഡ്സ്മാൻ, WMB എന്നീ ട്രേഡിനാണ്. ടെക്നിക്കൽ, ക്ലർക്ക്, നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ലഭിക്കത്തില്ല. അവർ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആയല്ലോ? ഇതോടൊപ്പം 9 ഫീറ്റ് ഡിച്ചുകൊണ്ട് സിക്സാക് ബാലൻസിംഗ് ബീമും ഉണ്ട്. ഇത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ തവണ ഫിസിക്കൽ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. റണ്ണിംഗ് ഉണ്ട്, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. അതോടൊപ്പം തന്നെ ഇവർക്ക് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് എന്നൊരു ഇവന്റും ഉണ്ട്. 5 ചിന്നപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 40 മാർക്ക്, 4, 33, 3, 27, 2, 21, 1, 16. ഒരു ചിഹ്നപ്പെങ്കിലും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫെയിൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഈ തവണ ഫിസിക്കൽ നല്ലപോലെ ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് ഫിസിക്കൽ നല്ലപോലെ ചെയ്യുന്ന കുട്ടികൾക്ക് സെലക്ഷൻ 100% ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ഫൈനലി ഒന്നുകൂടി ഞാൻ നമ്മുടെ ക്ലാസ്സിന് ഡീറ്റെയിൽ ഷെയർ ചെയ്യുകയാണ്. കാരണം ഇത്രയും കുറഞ്ഞ ഫീസിൽ നമ്മുടെ കേരളത്തിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ് ലഭിക്കത്തില്ല. ഞാൻ 100% ഗ്യാരണ്ടിയോടെ പറയുകയാണ്. GD, ട്രേഡ്സ്മാൻ, WMB 2500, പിന്നെ ടെക്നിക്കൽ, ക്ലർക്ക്, NA എന്നിവയുടെ ടോട്ടൽ ഫീസ് 4000 ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡഡ് ക്ലാസ് കിട്ടും, സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, പ്രാക്ടീസ് പേപ്പർ കിട്ടും, റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് നോക്കുക കുട്ടികളെ. GDയുടെ നേഴ്സിംഗ് അസിസ്റ്റന്റ്, ട്രേഡ്സ്മാൻ, WMB, ടെക്നിക്കൽ, ക്ലർക്ക് ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ കമാൻഡോ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടൈം ഒട്ടും ലേറ്റ് ആക്കരുത്. ഇപ്പോൾ സിലബസ് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി പഠിച്ചു പോകുമ്പോൾ ഫൈനൽ റിവിഷനൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ? നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും കോഴ്സിന്റെ ഡീറ്റെയിൽ അറിയാനാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽ അറിയാനാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.